ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. നമുക്ക് ശ്രീമദ് ഭാഗവതം 51-ാമത്തെ ഭാഗം, അതായത് തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായം ഇന്ന് വിവരിക്കാം. കഴിഞ്ഞ ഭാഗം വരെയുള്ള അധ്യായങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കർദമ മഹർഷിയുടെ തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. കശ്യപ മഹർഷിയും കർദമ മഹർഷിയും ഒക്കെ ബ്രഹ്മദേവന്റെ സങ്കല്പത്തിലൂടെയുണ്ടായ മാനസപുത്രന്മാരാണ്. ബ്രഹ്മദേവന്റെ സൃഷ്ടികളാണ് അവരെല്ലാവരും. സ്വയംഭൂവ മനുവും ശതരൂപയും അവരെക്കുറിച്ച് മുൻപ് പറഞ്ഞു. ഇങ്ങനെ ഈ കർദമനെയും കശ്യപനെയും മറ്റു മഹർഷിമാരെയും സനകാദികളെയും നാരദ മഹർഷിയുമൊക്കെ ബ്രഹ്മദേവൻ പ്രജാസൃഷ്ടി ചെയ്തിട്ടും ഭൂമിയിലെ പ്രജകളുടെ വംശവർധന ഉണ്ടാകാതെ ഇരുന്നപ്പോൾ ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തെ സങ്കല്പം കൊണ്ട് രണ്ടായി പകുത്തുവെന്നും കായം എന്ന പേരിൽ അത് രണ്ടായി പിരിഞ്ഞുവെന്നും ഒന്ന് സ്ത്രീയായി മാറി, മറ്റൊന്ന് പുരുഷനായി മാറി. ആ സ്ത്രീ ആയതാണ് ശതരൂപ, പുരുഷനായതാണ് സ്വയംഭൂ മനുവ്. അവരിൽ നിന്നാണ് പിന്നീട് ഭൂമിയിലുള്ള എല്ലാ പ്രജകളും ഉണ്ടായത്. അപ്പോൾ സ്വയംഭൂ മനുവിൻ്റെ വംശത്തിലൂടെ പ്രജാസൃഷ്ടി വളർന്നു എന്നും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ പ്രിയവ്രതനും, അപ്പോൾ സ്വയംഭൂ മനുവിൻ്റെ 2 പുത്രന്മാരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. ഇവർ 7 ദ്വീപുകളടങ്ങിയ ഭൂമിയെ ധർമ്മനിഷ്ഠയോടുകൂടി പരിപാലിച്ചു വരികയാണ്. മനുവിൻ്റെ പുത്രിമാരാണ് 3 പേർ. ആ പുത്രന്മാർ 2 പേര് പ്രിയവ്രതനും ഉത്താനപാദനും. പുത്രിമാരാണ് ദേവഹൂതി. ആ ദേവഹൂതിയെയാണ് കർദമ പ്രജാപതി, അതായത് കർദമ മഹർഷി വിവാഹം ചെയ്തത്. അതുപോലെ തന്നെ സ്വയംഭൂ മനുവിൻ്റെ മറ്റു പുത്രിമാരാണ് ആകൂതി. ആ ആകൂതിയെ വിവാഹം കഴിച്ചത് രുചി പ്രജാപതിയും പ്രസൂതിയെ വിവാഹം കഴിച്ചത് ദക്ഷ പ്രജാപതിയുമാണ്. ആ ദക്ഷ പ്രജാപതിക്ക് പ്രസൂതിയിലുണ്ടായ 13 പുത്രിമാരെയാണ് കശ്യപ മഹർഷിക്ക് ഭാര്യമാരായി കൊടുത്തത്. അതിലൊരാളാണ് ദിതി, അത് അസുരന്മാരുടെ അമ്മ. അതിഥി ദേവന്മാരുടെ അമ്മ. അപ്പോൾ ആദ്യം ഉണ്ടായ ആ വംശപരമ്പരയെക്കുറിച്ച് വ്യക്തമായി കാണുമല്ലോ. സ്വയംഭൂ മനുവും ശതരൂപയും, അവർക്ക് 2 ആൺകുട്ടികൾ, 3 പെൺകുട്ടികൾ. ആ 3 പെൺകുട്ടികളിൽ ഒരാളാണ് ദേവഹൂതി, മറ്റേയാളാണ് ആകൂതി, പിന്നെ ഒരാളാണ് പ്രസൂതി. അതിലെ ദേവഹൂതിയെയാണ് കർദമ മഹർഷി വിവാഹം കഴിച്ചത്. അപ്പോൾ അതിനുണ്ടായ സാഹചര്യമാണ് ഇനിയും ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ പ്രജാസൃഷ്ടി ചെയ്യാൻ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ച കർദമ പ്രജാപതി സരസ്വതി തീരത്ത് ചെന്നിരുന്ന് 10,000 സംവത്സരക്കാലം തീവ്രമായ തപസ് അനുഷ്ഠിച്ചു. കർദമൻ തപശ്ചര്യയിൽ മുഴുകി ഏകാന്ത ഭാവനയോടുകൂടി കർമ്മയോഗം, നിഷ്കളങ്ക ഭക്തി എന്നിവയിൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിച്ചു വരികയാണ്. അപ്പോൾ ആ നിഷ്കളങ്ക ഭക്തിയോടുകൂടിയുള്ള തപശ്ചര്യയുടെ ഫലമായി കർദമന് ഭഗവാൻ ദർശനം നൽകി. അങ്ങനെ സൂര്യനെ പോലെ ശോഭിക്കുന്ന താമരമാല അണിഞ്ഞവനായ ആ ഭഗവാൻ കറുത്തുമിന്നുന്ന കുറുനിരകൾ നെറ്റിത്തടത്തിൽ പാറി പറന്നിരിക്കുന്നു. മഞ്ഞപ്പട്ടണിഞ്ഞ് ഭഗവാൻ ആ കർദമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കിരീടവും മകരകുണ്ടലങ്ങളും അണിഞ്ഞിരുന്നു. 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചിരുന്നു. കാണുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന മന്ദഹാസവും കാരുണ്യ കടാക്ഷവും നൽകിയിരുന്നു. അങ്ങനെ ഗരുഡന്റെ പുറത്താണ് ഭഗവാന്റെ ആ വരവ്. മാറിൽ ലക്ഷ്മീദേവി വിളങ്ങിയിരുന്നു. കണ്ഠത്തിൽ കൗസ്തുഭരത്നം ഭഗവാൻ അണിഞ്ഞിരുന്നു. ഈ സ്വരൂപത്തിൽ ഭഗവാനെ കണ്ടതോടുകൂടി കൃതാർത്ഥനും സ്വതേ തന്നെ ഭക്തിയുള്ളവനുമായ കർദമ മഹാമുനി കൈകൂപ്പി തൊഴുതുകൊണ്ട് ഭൂമിയിൽ സാഷ്ടാംഗം വീണ് ഭഗവാനെ നമസ്കരിച്ചു. അതിനുശേഷം ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. സ്തുതിക്കുവാൻ എല്ലാവിധത്തിലും അർഹനായ അല്ലയോ ഭഗവാനെ, സ്വത്വഗുണത്തിലൂടെ സ്വരൂപം സ്വീകരിച്ച അവിടുത്തെ ഈ ദർശനം കൊണ്ട് എൻ്റെ കണ്ണുകൾ സഫലമായി തീർന്നിരിക്കുന്നു. യോഗനിഷ്ഠയോടുകൂടിയ യോഗികൾക്ക് പോലും അനേക ജന്മങ്ങളിൽ പ്രാപിക്കാൻ കഴിയാത്ത ഈ ദർശന സൗഭാഗ്യം
എനിക്ക് തന്നതിൽ ഞാൻ അങ്ങയെ കോടിക്കണക്കിന് സ്തുതിക്കുന്നു ഭഗവാനെ. സംസാര സമുദ്രത്തെ കടത്തുന്ന തോണിയായ ഈ പാതാരവിന്ദങ്ങളെ ഞാൻ നമിക്കുന്നു ഭഗവാനെ. ഞാനും അങ്ങയുടെ മായയ്ക്ക് അടിമപ്പെട്ടവനാണ്, വേണ്ടത്ര മനഃശുദ്ധി ഇല്ലാത്തവനാണ്. എൻ്റെ സ്വഭാവത്തിന് യോജിച്ച ഒരു കന്യകയെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമ ധർമ്മം ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ ഭഗവാനെ, ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട ലോകർ അവിടുത്തെ വേദവാക്യങ്ങളാകുന്ന കയറുകളാൽ ബന്ധപ്പെട്ടവരാണ്. അതിനാൽ അവർ കാമ്യങ്ങളായ ലൗകികങ്ങളും വൈദികങ്ങളുമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഞാനും വേദവാക്യത്താൽ ബന്ധിതനായതിനാൽ ഗൃഹസ്ഥാശ്രമത്തിലൂടെ അങ്ങയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് അങ്ങനെ അനുഗ്രഹിച്ചാലും. അപ്പോൾ വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ലൗകിക കർമ്മങ്ങളിലൂടെ, കാമ്യകർമ്മങ്ങളിലൂടെ, കർമ്മവാസനകളിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ വേദങ്ങൾ പഠിക്കുന്ന, വേദങ്ങൾ മനസ്സിലാക്കുന്നവർ എല്ലാവരും ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കർമ്മങ്ങളിലൂടെ ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ആ വേദങ്ങൾക്കും ഉപരിയാണ് ഉപനിഷത്തുകൾ. അതാണ് പരമമായ സത്യം, ഏകമായ ധർമ്മം ആ ഭഗവാനെ കാണിച്ചു തരുന്നത്. വേദങ്ങളെല്ലാം നമുക്ക് ഇവിടെ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും യജ്ഞങ്ങളിലൂടെയും തപസ്സിലൂടെയും മറ്റ് കർമ്മങ്ങളിലൂടെയും ഭഗവാനെ കണ്ടെത്തുവാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞു തരുന്നത്. എന്നാൽ ഉപനിഷത്തുകളാകട്ടെ പൂർണ്ണമായ ഭഗവത് ദർശനമാണ് നമുക്കവിടെ തരുന്നത്. അപ്പോൾ ഞാനും വേദങ്ങളെ ആശ്രയിക്കുന്നവനാകയാൽ എനിക്കും വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ ഭഗവത് സേവ ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിലൂടെ കഴിഞ്ഞുകൂടാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടുന്ന എനിക്ക് അനുരൂപയായ ഒരു വധുവിനെ അവിടുന്ന് കാണിച്ചു തന്നാലും എന്ന് 10,000 സംവത്സരം സരസ്വതി നദീതീരത്തിരുന്ന് തപസ്സനുഷ്ഠിക്കുകയാണ് കർദമ പ്രജാപതി ചെയ്തത്, തനിക്ക് അനുകൂലയായ ഒരു ഭാര്യയെ കിട്ടുവാൻ വേണ്ടി. അപ്പോൾ ബ്രഹ്മദേവൻ തൻ്റെ മാനസപുത്രനായ കർദമ മഹർഷിയോട് പറയുന്നു പ്രജാ സൃഷ്ടി നടത്തുവാൻ. അതിനുവേണ്ടിയാണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ പ്രജാസൃഷ്ടി നടത്തണമെങ്കിൽ തനിക്കൊരു ഉത്തമയായ ഭാര്യയെ കിട്ടണ്ടായോ? അതിനുവേണ്ടിയാണ് ഇത്രയും സംവത്സരകാലം തപസ്, ഏകാന്ത ഭക്തിയോടുകൂടി തപസ് അനുഷ്ഠിച്ചത്. അപ്പോൾ നോക്കൂ, എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാര്യയായിരിക്കും അപ്പോൾ കിട്ടുന്നത്. നമ്മൾ വിവാഹിതരാകാൻ നിൽക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇത്രയും ഭഗവാനെ ധ്യാനിച്ചാണോ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളിലൂടെ, ഇങ്ങനെയുള്ള തപശ്ചര്യകളിലൂടെ, അത് വേണ്ട, തപസ് വേണ്ട, പ്രാർത്ഥനയിലൂടെയോ നാമജപത്തിലൂടെയോ ഭഗവത് സേവയിലൂടെയാണോ നാമൊക്കെ ഗൃഹസ്ഥാശ്രമികളാകാൻ ആഗ്രഹിക്കുകയോ അല്ല അതിലേക്ക് ചെന്ന് വീഴുകയോ ചെയ്യുന്നത്? അങ്ങനെയുള്ളവർ, അങ്ങനെ ചെയ്യുന്നവർക്ക് അതിനനുകൂലമായ ജീവിതമാകും ഭഗവാൻ തരുന്നത്. ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാനോട് കർദമനെ പറയുകയാണ്, സ്വർഗാദികളായ ലോകങ്ങളും മൃഗപ്രായമായിട്ടുള്ള ലൗകികരും എല്ലാം ആ ലൗകികമായ ജീവിതം എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചവരും അങ്ങനെ ആ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഗുണം, അതായത് ഭഗവാനെ ആചരിക്കുന്നവർ പരസ്പരം കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതാണെന്നാണ് കർദമൻ ഭഗവാനോട് പറയുന്നത്. ശാശ്വത ബ്രഹ്മമാകുന്ന അച്യുതണ്ടിന്മേൽ കറങ്ങുന്നതും സംവത്സര സ്വരൂപവുമാണ് കാലചക്രം. കാലചക്രത്തെക്കുറിച്ചാണ് കർദമൻ ഭഗവാനോട് സ്തുതിക്കുന്നത്. കാലചക്രം, നമ്മളെല്ലാം കാലചക്രത്തിന്റെ ഭാഗമാണ്. ഈ കാലമാകുന്ന മഹാചക്രത്തിലാണ് നാം എല്ലാവരും ചുറ്റിത്തിരിയുന്നത്. അതിൻ്റെ അച്യുതണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അധിമാസം ഉൾപ്പെടെ 13 മാസങ്ങളാണ് കാലചക്രത്തിന്റെ അഴികൾ, അതായത് അതിനുള്ളിലുള്ള ആരക്കാലുകൾ 13 360 ദിവസങ്ങളാണ് കാലചക്രത്തിന്റെ ഏപ്പുകൾ. 6 ഋതുക്കളാണ് അതിൻ്റെ ചുറ്റുവട്ടകകൾ. ലവം, നിമിഷം മുതലായ കാലത്തിന്റെ ഘടകങ്ങളാണ് അതിൻ്റെ പറ്റുകൾ. 3 ചാതുർമാസ്യങ്ങളാണ് ഈ കാലചക്രത്തിന്റെ കുംഭക്കട്ടകൾ. അതിവേഗതയാർന്നതും ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നതുമാണ് കാലചക്രം.
ഭഗവാനെ ആശ്രയിച്ചാൽ ശരീര അഭിമാനം ഇല്ലാതായി തീരുകയും പിന്നീട് ആ ഭക്തന് കാലചക്രത്തിൽ ഭയമുണ്ടാവുകയുമില്ല. കാലചക്രത്തിൽ ഭയമുണ്ടാവുക എന്ന് വെച്ചാൽ ഈ കാലഗതിക്കനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സുഖദുഃഖങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ അതിനെ ചൊല്ലി നമ്മൾ വിഷമിക്കുകയില്ല. ഈ ഭഗവാനാകുന്ന കാലചക്രത്തെ പിന്നീട് നമ്മൾ ഭയപ്പെടുകയില്ല ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എത്തിയാൽ എന്നാണ് ഭഗവാനെ സ്തുതിക്കുന്നതിനിടയിൽ കർദമൻ പറയുന്നത്. അപ്പോൾ സർവ അഭീഷ്ടങ്ങളെയും വർഷിച്ചു തരുന്ന അല്ലയോ ഭഗവാനെ, നിന്തിരുവടി ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഇങ്ങനെ കർദമ പ്രജാപതി ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഗരുഡനാൽ വിളങ്ങുന്ന ഭഗവാൻ സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കടാക്ഷത്തോടും കൂടി മഹർഷിയോട് അരുളി ചെയ്യുകയാണ്, അങ്ങ് തപസ്സുകൊണ്ടും നിയമങ്ങളെ കൊണ്ടും എന്നെ ആരാധിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതിനു വേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നെ ആരാധിക്കുന്ന ആ വ്യക്തി ഒരിക്കലും അവരുടെ ആഗ്രഹം പാഴായി തീരുകയില്ല. തന്നെയുമല്ല, എന്നെ ആരാധിക്കുന്ന ആ ആരാധനയും ഒരിക്കലും പാഴാവുകയില്ല. ബ്രഹ്മപുത്രനും ചക്രവർത്തിയുമായ ബ്രഹ്മദേവന്റെ പുത്രനും ഈ ഭൂമിയുടെ ചക്രവർത്തിയുമായ സ്വയംഭൂ മനു കീർത്തിമാനാണ്. ബ്രഹ്മാവർത്തത്തിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഭൂമിയെ മുഴുവൻ ഭരിച്ചു വരുന്നു. ധാർമ്മികനും രാജർഷിയുമായ അദ്ദേഹം പത്നിയായ ശതരൂപയോടും പുത്രിയായ ദേവഹൂതിയോടും കൂടി മറ്റന്നാൾ ഈ ആശ്രമത്തിൽ വരും. പ്രായം, സ്വഭാവം, സൽഗുണങ്ങൾ ഇവ കൊണ്ട് എല്ലാവിധത്തിലും അനുരൂപയായ ദേവഹൂതിയെ മനു അങ്ങയ്ക്ക് വിവാഹം ചെയ്തു തരും. അങ്ങ് ദാമ്പത്യം ആഗ്രഹിക്കുന്ന കാലത്തോളവും ദേവഹൂതി അങ്ങയെ സേവിച്ചുകൊണ്ട് കഴിയും. അങ്ങയുടെ വീര്യത്തെ ധരിച്ച 9 പെൺകുട്ടികളെ ദേവഹൂതി പ്രസവിക്കും. ആ പുത്രിമാരിൽ സന്താന ഉൽപാദനം ചെയ്ത് ഋഷികൾ ലോകത്തിൽ സൃഷ്ടി വളർത്തും. അങ്ങ് സകല കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് പരമസ്വാത്വികനായി തീർന്ന് മുക്തനാകും. സർവ പ്രാണികളിലും ദയയെ വളർത്തിക്കൊണ്ടും എല്ലാവർക്കും അഭയം നൽകിക്കൊണ്ടും അങ്ങ് ഗൃഹസ്ഥാശ്രമധർമാചരണത്തിലൂടെ ആത്മനിയന്ത്രണം സാധിച്ചവനായി തീരും. ഈശ്വരനായ എന്നിൽ ജഗത്തോടു കൂടിയ തന്നെയും തന്നിൽ പരമാത്മാവായ എന്നെയും എപ്പോഴും അനുഭവ സ്വരൂപേണ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കും. ഞാൻ അങ്ങയുടെ പുത്രനായി ദേവഹൂതിയിലൂടെ അവതരിച്ച് തത്വശാസ്ത്രത്തെ ലോകത്തിന് ഉപദേശിക്കുന്നുണ്ട്. അത് കപില മഹർഷിയായി കർദമന് ദേവഹൂതിയിലുണ്ടാകുന്ന മകനാണ് കപിലൻ. അപ്പോൾ 9 പെൺകുട്ടികളെയാണ് ആദ്യം കർദമനും ദേവഹൂതിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം കപില മഹർഷിയും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അനുഗ്രഹമാണ് ഭഗവാൻ കർദമ പ്രജാപതിക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഭഗവാൻ തിരിച്ച് ഗരുഡന്റെ ചിറകടിയുച്ചയോടുകൂടി സംയുക്ത സംഹിതയെയും സ്പഷ്ടമാക്കപ്പെട്ട സാമഗാന സ്തുതിയെയും കേട്ടുകൊണ്ട് കർദമൻ നോക്കി നിൽക്കെ ആകാശത്തിലേക്ക് ഉയർന്ന് അന്തർധാനം ചെയ്തു. ഭഗവാൻ മറഞ്ഞ ശേഷം കർദമ പ്രജാപതി അവിടെ നിന്ന് ഭഗവാൻ അരുളി ചെയ്ത ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വയംഭൂ മനുവിൻ്റെ വരവിനെ കാത്തുകൊണ്ട് ആശ്രമത്തിൽ താമസിക്കുകയാണ്. അങ്ങനെ സ്വയംഭൂ മനു പത്നിയോടും പുത്രിയായ സ്വയം ദേവഹൂതിയോടും ഒപ്പം സ്വർണരഥത്തിലേറി ഭഗവാൻ പറഞ്ഞ ദിവസം തന്നെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. കർദമന്റെ തപസ്സുകൊണ്ട് സന്തോഷിച്ച ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 10,000 സംവത്സര കാലത്തെ തീവ്ര തപസ്സിന്റെ ഫലമായി മുനിയുടെ ശരീരം വല്ലാതെ മെലിഞ്ഞിരുന്നു. ഭഗവാൻ ആദ്യം ആശ്രമത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇത്രയും 10,000 വർഷക്കാലമൊക്കെ തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി മുനിയുടെ ശരീരം തീരെ മെലിഞ്ഞ് ശോഷിച്ചിരുന്നു.
അത് കണ്ടിട്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞിട്ട് ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് 2-3 തുള്ളി കണ്ണുനീർ സരസ്വതി നദിയിൽ വീണു. അതിനാൽ സരസ്വതി നദിയുടെ ആ ഭാഗത്തിന് ബിന്ദു സരസ് എന്ന് പേരുണ്ടായി. ബിന്ദു സരസിന്റെ തീരത്തായിരുന്നു കർദമ പ്രജാപതിയുടെ ആശ്രമം. അനേകം പുണ്യവൃക്ഷങ്ങളാലും ലതകളാലും ശോഭിക്കുന്നതായിരുന്നു ആശ്രമ പരിസരം. പല മഹർഷിമാരും ബിന്ദു സരസിന്റെ തീരത്ത് തപസ്സു ചെയ്തു. പക്ഷികളുടെ കളകൂജനത്താലും വണ്ടുകളുടെ മുരളലാലും മതിച്ച മയിലുകളുടെ നൃത്തത്താലും കുയിലുകളുടെ കൂജനത്താലും അതിമനോഹരമായിരുന്നു ബിന്ദു സരസും പരിസരവും. കടമ്പ്, ചെമ്പകം, അശോകം, ഇലഞ്ഞി, വേങ്ങ മുതലായ വൃക്ഷങ്ങളാലും മുല്ല, മന്ദാരം, കുടകപ്പാല, മാവിൻ തൈകൾ എന്നിവകളാലും ശോഭിക്കുന്നതായിരുന്നു ആശ്രമ പരിസരം. അങ്ങനെ എല്ലാവിധത്തിലുള്ള ആശ്രമ അന്തരീക്ഷത്തോടു കൂടിയും പരിപാവനമായ ആ ബിന്ദു സരസിന്റെ സമീപത്താണ് കർദമ മഹർഷിയെ അന്വേഷിച്ച് ആശ്രമത്തിലേക്ക് സ്വയംഭൂമനുവും ശതരൂപയും ദേവഹൂതിയും കൂടി കടന്നു വരുന്നത്. പത്നിയോടും പുത്രിയോടും ഒന്നിച്ച് ആശ്രമത്തിൽ പ്രവേശിച്ച ആദി രാജാവായ, അതായത് ഭൂമിയുടെ ആദ്യത്തെ പരിപാലകനായ സ്വയംഭൂമനു നിത്യേന പതിവുള്ള ഹോമം കഴിഞ്ഞ് ശാന്തനായിരിക്കുന്ന കർദമ മഹർഷിയെ കണ്ടു. തീവ്രമായ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് തേജസ്വിയും ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ലഭിച്ചതിനാലും അവിടുത്തെ അമൃതതുല്യങ്ങളായ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിനാലും ശരീരക്ഷീണം നീങ്ങിയവനായിരുന്നു മുനി. ഉയരമുള്ള ശരീരത്തോടു കൂടിയവനും താമര ഇതൾ പോലെ നീണ്ട സുന്ദരങ്ങളായ കണ്ണുകളോടു കൂടിയവനും ജടയും മരവിരിയും ധരിച്ചിരുന്ന ചളി മൂടിയ രത്നം പോലെ മറയപ്പെട്ട ശോഭയോടു കൂടിയവനുമായിരുന്നു കർദമൻ. അപ്പോൾ ഒരു രത്നത്തെ എങ്ങനെയാണോ ചളി മൂടിയിരിക്കുന്നത്, ആ ചളി കഴുകി കഴിയുമ്പോൾ രത്നം ശോഭിക്കുമല്ലോ, അതുപോലെയാണ് കർദമനെ സ്വയംഭൂമനു കണ്ടത്. ആശ്രമത്തിൽ വന്നവനും തൊഴുകയോടെ നിൽക്കുന്നവനുമായ മനുവിനെ ആശസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ഉചിതമായ സൽക്കാരത്തോടെ കർദമ പ്രജാപതി സ്വീകരിച്ചു. തൻ്റെ സൽക്കാരം സ്വീകരിച്ച് ഒതുക്കത്തോടെ ഇരിക്കുന്ന മനുവിനോട് ഭഗവാന്റെ അരുൾമൊഴിയെ ഓർമ്മിച്ചുകൊണ്ട് മനു ചോദിച്ചു, സജ്ജന പാലനത്തിനും ദുർജന ശിക്ഷണത്തിനുമാണല്ലോ രാജാവായ അങ്ങ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇന്ദ്രൻ, വായു, യമൻ, ധർമ്മൻ, വരുണൻ എന്നീ ദേവന്മാരുടെ ശക്തിയെ അതാത് സമയത്ത് ധരിക്കുന്ന ഭഗവാൻ തന്നെയാണ് രാജാവ്. അപ്രകാരമുള്ള അങ്ങയ്ക്ക് നമസ്കാരം. സ്വർണരഥത്തിലേറി ചെറുഞാണലി മുഴക്കുന്ന വലിയ വില്ലും ധരിച്ച് രഥശബ്ദത്താൽ അധർമ്മികളെ ഭയപ്പെടുത്തിക്കൊണ്ടും സൈന്യങ്ങളുടെ കാൽ ചവിട്ടുകൊണ്ട് ഭൂമിയെ കുലുക്കിക്കൊണ്ടും സൂര്യൻ ഇരുട്ടിനെ അകറ്റുന്നത് പോലെ അധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ട് അങ്ങ് ഇടയ്ക്കിടെ ഇങ്ങനെ സഞ്ചരിക്കാതിരുന്നാൽ വർണ്ണാശ്രമധർമ്മങ്ങളെല്ലാം കള്ളന്മാർ നശിപ്പിക്കും. രാജാവ് ഉദാസീനനായിരുന്നാൽ വിഷയാസക്തരും നിയന്ത്രണം വിട്ടവരുമായ ജനങ്ങൾ മൂലം ലോകത്തിൽ അധർമ്മം വർദ്ധിക്കും. അതിനാൽ അങ്ങയുടെ ആഗമനം ധർമ്മപാലനത്തിനാണെന്നറിയാം. അങ്ങയുടെ ആഗ്രഹം, അങ്ങ് എന്താണ് ഇവിടേക്ക് വന്നതെന്ന് പറയുക. എന്താഗ്രഹമാണെങ്കിലും ഞാനത് സാധിപ്പിച്ചു തരാം എന്ന് കർദമ മഹർഷി മനുവിനോട് പറയുകയാണ്. ഇങ്ങനെ രാജാവായ തനിക്ക് വേണ്ട ഗുണങ്ങളെയെല്ലാം കർത്തവ്യങ്ങളെയുമെല്ലാം സൂചിപ്പിച്ച കർദമ മഹർഷിയോട് തൻ്റെ യോഗ്യതകൾ വർണ്ണിച്ച് കേട്ടിട്ടുണ്ടായ അല്പലജ്ഞയോടുകൂടി മനു വിനീതനായി പറയുകയാണ്. വേദത്തെ പരിപാലിക്കാനായി ബ്രഹ്മാവ് സ്വന്തം മുഖത്തു നിന്ന് ബ്രാഹ്മണരെയും അവരെ രക്ഷിക്കാനായി കൈകളിൽ നിന്ന് ക്ഷത്രിയരെയും സൃഷ്ടിച്ചു. അതിനാൽ ബ്രാഹ്മണരും ക്ഷത്രിയരും പരസ്പരം രക്ഷിക്കാൻ കടമപ്പെട്ടവരാണ്. വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണ് ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വേദത്തെ രക്ഷിക്കുന്നത്. അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നിരിക്കുന്നു. പ്രജാപരിപാലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ചോദിക്കാതെ തന്നെ അങ്ങ് ധർമ്മ ഉപദേശം ചെയ്തുവല്ലോ. അങ്ങ് ക്ഷത്രിയ ധർമ്മം ഉപദേശിച്ചു തന്നതിനാൽ ഞാൻ കൃതാർത്ഥനായി.
പുത്രിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അങ്ങയോട് ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. അങ്ങ് അത് സദയം കേൾക്കണം. എൻ്റെ മകളും പ്രിയവ്രതൻ്റെയും ഉത്താനപാദൻ്റെയും അനുജത്തിയുമാണ് ദേവഹൂതി. യൗവനം, സ്വഭാവഗുണം എന്നിവ കൊണ്ട് അനുരൂപനായ ഒരു വരനെ വരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ് ഇവൾ. നാരദ മഹർഷിയിൽ നിന്ന് അങ്ങയുടെ സ്വഭാവ ഗുണങ്ങളെ കേട്ട ഇവൾ അങ്ങയിൽ അനുരക്തയാണ്. ഞാൻ ശ്രദ്ധയോടെ സമർപ്പിക്കുന്നവളും അങ്ങയ്ക്ക് ഗൃഹസ്ഥ ധർമാചരണത്തിന് സർവഥാ അനുയോജ്യവുമായ ഇവളെ അങ്ങ് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നാണ് എൻ്റെ അപേക്ഷ. ഇത് കേട്ടിട്ട് കർദമ പ്രജാപതി മറുപടി പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയവനാണ്. അങ്ങയുടെ മകൾ മറ്റാർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളുമാണ്. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം വിധിപ്രകാരം അനുസരിച്ച് തന്നെയാണ്. അങ്ങയുടെ ഈ മകൾക്ക് വൈദിക വിധി അനുസരിച്ചുള്ള പാണിഗ്രഹണമാകുന്ന അഭിലാഷം നടക്കട്ടെ. സ്വതവേയുള്ള സൗന്ദര്യത്താൽ അലങ്കാരങ്ങളുടെ ശോഭയെ നിഷ്പ്രഭമാക്കിയ ഈ കന്യകയെ വിവാഹം ചെയ്യാൻ ആർക്കാണ് ആഗ്രഹമുണ്ടാവാതിരിക്കുന്നത്? അങ്ങയുടെ മാളിക മുകളിൽ പന്തടിച്ച് കളിക്കുമ്പോൾ ശബ്ദിക്കുന്ന ചിലമ്പൊലി കൊണ്ട് ആ ശോഭിക്കുന്ന മനോഹരമായ പാദങ്ങളോട് കൂടിയവളും ചഞ്ചല നേത്രങ്ങളോട് കൂടിയവളുമായ ഈ സുന്ദരിയെ കണ്ടു മയങ്ങി വിശ്വാവസു എന്ന ഗന്ധർവൻ വിമാനത്തോടെ താഴേക്ക് വീഴുകയുണ്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേവലോകത്തിൽ പോലും ദേവഹൂതിയെപ്പോലെ ഒരു സുന്ദരി ഇല്ലെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സ്ത്രീകളിൽ ഉത്തമയും ലക്ഷ്മി കടാക്ഷം ഇല്ലാത്തവർക്ക് കാണാൻ പോലും കിട്ടാത്തവളും മനുവിൻ്റെ ഓമന മകളും ഉത്താനപാദൻ്റെ സഹോദരിയും ഇങ്ങോട്ട് സ്നേഹിക്കുന്നവളും സമീപത്ത് വന്നവളുമായ ഈ കന്യകയെ വിവേകിയായ ആരാണ് ആദരിക്കാതിരിക്കുക? അതിനാൽ എന്നിൽ നിന്ന് സന്തതികൾ ഉണ്ടാകുന്നത് വരെ മാത്രം ദാമ്പത്യ ജീവിതമെന്ന വ്യവസ്ഥയോടെ ഞാൻ ഇവളെ വിവാഹം ചെയ്യാം. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരെ മാത്രം ദാമ്പത്യ ജീവിതം എന്ന വ്യവസ്ഥിതിയിൽ ഞാൻ തുടരാമെന്നാണ് കർദമ മഹർഷി ഒരു വ്യവസ്ഥ വയ്ക്കുന്നത്. സന്തതി ഉണ്ടായാൽ പിന്നെ ഭഗവാൻ ഉപദേശിച്ച നിവൃത്തി ധർമ്മത്തിലാണ് എനിക്ക് താല്പര്യം. അതുവരെയും പ്രവൃത്തി ധർമ്മത്തിൽ ചരിക്കാം. ഈ ലോകം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് പരമാത്മാവായ ഭഗവാനിലല്ലേ? ആ ഭഗവാനാണ് എൻ്റെ പരമമായ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കർദമൻ നിശബ്ദനായിരുന്നു. ഭഗവത് സ്മരണ കൊണ്ടുണ്ടായ ആനന്ദത്താൽ സ്ഫുരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖശോഭ ദേവഹൂതിയെ തികച്ചും ആകർഷിക്കുക തന്നെ ചെയ്തു. ഭാര്യയുടെയും പുത്രിയുടെയും അഭിപ്രായം മനസ്സിലാക്കിയ മനു സകല ഗുണങ്ങളും തികഞ്ഞ കർദമന് ദേവഹൂതിയെ വിവാഹം ചെയ്തു കൊടുത്തു. മഹാരാജ്ഞിയായ ശതരൂപാദേവി ദമ്പതിമാർക്ക് ധാരാളം വസ്ത്ര ആഭരണങ്ങൾ സമ്മാനമായി കൊടുത്തു. എല്ലാവിധത്തിലും അനുരൂപനായ വരന് മകളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനായ സ്വയംഭൂ മനു ദേവഹൂതിയെ ഗാഠഗാഠം ആലിംഗനം ചെയ്തു. പുത്രിയുടെ വിരഹം സഹിക്കാൻ കഴിയാതെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി. മകളെ ഓമനെ എന്ന് വാത്സല്യപൂർവ്വം വിളിച്ചു ശിരസിൽ ചുംബിച്ചു, കണ്ണുനീരിൽ കുളിപ്പിച്ചു. മുനിയോട് യാത്ര പറഞ്ഞ് പത്നി സമേതം തേരിൽ കരേറി പരിവാരങ്ങളോടൊന്നിച്ച് രാജാവ് തൻ്റെ രാജ്യത്തേക്ക് പോയി. സരസ്വതി നദി ഋഷികൾക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ രണ്ട് കരകളിലും അനേകം മുനിമാരുടെ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവയെ കണ്ടുകൊണ്ട് മെല്ലെ യാത്ര ചെയ്ത് മനു സ്വന്തം നഗരത്തിൽ എത്തിച്ചേർന്നു. രാജാവിൻ്റെ വരവിനെ അറിഞ്ഞ പ്രജകൾ ഗീതം, വാദ്യം, സ്തുതി എന്നിവയോടുകൂടി വന്ന് അദ്ദേഹത്തെ എതിരേറ്റ് സ്വീകരിച്ചു. ബ്രഹ്മാവർത്തം എന്നാണ് മനുവിൻ്റെ രാജ്യത്തിൻ്റെ പേര്. അതിൻ്റെ തലസ്ഥാനം ബർഹിഷ്മതി എന്ന പട്ടണമാണ്. അത് സകലവിധ സമ്പൽ സമൃദ്ധിയോടും കൂടിയതായിരുന്നു. യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ തൻ്റെ ശരീരം കുടഞ്ഞപ്പോൾ അവിടുത്തെ ശരീരത്തിലെ രോമങ്ങൾ ഈ പട്ടണത്തിൽ വീണു. അവ പച്ച നിറത്തിലുള്ള കുശദർഭകളും ആറ്റുദർഭകളുമായി തീർന്നു. ബർഹിസ് എന്ന ദർഭയ്ക്കൊരു പേരുണ്ടല്ലോ, അതാണ് ഈ പട്ടണത്തിന് ബർഹിഷ്മതി എന്ന പേര് വരുവാൻ കാരണം.
ഋഷികൾ യാഗത്തിന് വിഘ്നം ചെയ്യുന്നവരെ ഈ ദർഭ കൊണ്ട് പരാജയപ്പെടുത്തി വിഷ്ണു ഭഗവാനെ ആരാധിച്ചു വരുന്നു. ഭൂമിയെ വാസസ്ഥാനമായി ലഭിച്ച മനു ചക്രവർത്തി കുശപ്പുല്ലുകളെ കൊണ്ടും കാശപ്പുല്ലുകളെ കൊണ്ടും ഭൂമിയിൽ ദർഭ വിരിച്ച് മഹാവിഷ്ണുവിനെ ആരാധിച്ച പുണ്യസ്ഥലമാണ് ബ്രഹ്മാവർത്തം. ബ്രഹ്മാവർത്തത്തിന്റെ തലസ്ഥാനമായ ബർഹിഷ്മതിയിലാണ് സ്വയംഭൂ മനു താമസിച്ചിരുന്നത്. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നീ 3 വിധ താപങ്ങളെയും നശിപ്പിക്കുന്ന തൻ്റെ ഭവനത്തിലെത്തിയ മനു ഭാര്യയോടും പുത്രന്മാരോടും കൂടി ധർമ്മത്തിന് വിരോധം വരാത്ത വിധത്തിൽ അർത്ഥകാമങ്ങളെ അനുഭവിച്ചുകൊണ്ട് താമസിച്ചു. സ്ത്രീകളോടുകൂടി ഗന്ധർവന്മാർ മനുവിൻ്റെ കീർത്തിയെ വാഴ്ത്തി സ്തുതിച്ചിരുന്നു. തൻ്റെ ആഗ്രഹത്തിനനുകൂലമായ സുഖങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിലും ഭഗവാനെ സർവാത്മന ആശ്രയിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വഴിതെറ്റിക്കുവാൻ ഭൗതിക സുഖങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. ഭഗവത് കഥകൾ കേൾക്കുക, അവയെ കീർത്തിക്കുക, ഭഗവാനെ സ്മരിക്കുക, സേവിക്കുക, ഇങ്ങനെ ഓരോ യാമവും സഫലമാക്കി തീർത്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. മനു ഇപ്രകാരം ശരീരം, വാക്ക്, മനസ്സ് ഇവയെ ഭഗവാനെ ഉപാസിക്കാനാണ് വിനിയോഗിച്ചിരുന്നത്. അതിനാൽ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നീ 3 വിധ ക്ലേശങ്ങളും അദ്ദേഹത്തെ ബാധിച്ചില്ല. ഈശ്വരനെ ആശ്രയിച്ചവനെ ഈ വിധമുള്ള ക്ലേശങ്ങൾ എങ്ങനെ ബാധിക്കാനാണ്? ഒരിക്കൽ ചില മുനിമാർ ചോദിച്ചതിന് മറുപടിയായി സ്വയംഭൂ മനു മനുഷ്യരുടെ സാധാരണ ധർമ്മങ്ങളെയും വർണ്ണാശ്രമധർമ്മങ്ങളെയും അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശമാണ് മനുസ്മൃതി എന്ന പേരിൽ പ്രശസ്തമായി തീർന്നത്. ഇങ്ങനെ ധാർമ്മികവും ഭക്തിയും ചേർന്ന 71 പരം ചതുർയുഗങ്ങളിലൂടെ ജീവിച്ച ശേഷം അദ്ദേഹം മുക്തനായി തീരുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മനുവായ, ആദ്യത്തെ ഭൂമി പരിപാലകനായ സ്വയംഭൂ മനു വർണ്ണാശ്രമധർമ്മങ്ങളെയും സാധാരണ ധർമ്മങ്ങളെയും മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് മനുസ്മൃതി എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായത്. അതിൽ 3 പെൺകുട്ടികളുടെ പിതാവാണ് ഈ സ്വയംഭൂവ മനു. ആ മനു തൻ്റെ പ്രിയ മക്കളിൽ അതിൽ ദേവഹൂതിയെയാണ് കർദമ പ്രജാപതിക്ക് കൊടുത്തത്. മറ്റൊന്ന് ആകൂതിക്ക് രുചി പ്രജാപതിയെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അങ്ങനെ 3 പെൺകുട്ടികളെ വളരെ സന്തോഷത്തോടുകൂടി വളർത്തി. 3ാമത്തെ മകളായിരുന്നു ദേവഹൂതിയും ആകൂതിയും പ്രസൂതിയും. 3ാമത്തെ മകളായ പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കും, ആകൂതിയെ രുചി പ്രജാപതിക്കും, ദേവഹൂതിയെ കർദമ പ്രജാപതിക്കുമാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ പിതാവായ മനുവാണ്. ആ മനു ആദ്യമായി സാധാരണ മനുഷ്യർക്കും അതുപോലെ വർണ്ണാശ്രമധർമ്മത്തിനും വേണ്ടിയുള്ള ഉപദേശം ബ്രാഹ്മണർ ചോദിച്ചപ്പോൾ ഉപദേശിച്ചു കൊടുത്തതാണ് മനുസ്മൃതി എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ആ മനുസ്മൃതിയിലെ വാചകമാണ് പിതാ രക്ഷത് കൗമാരെ, ഭർത്തൃ രക്ഷത് യൗവനെ, പുത്രോ രക്ഷത് വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്ന അവസാനത്തെ വരിയാണ്. അപ്പോൾ ആ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്നുള്ള വാക്കുകൾ മാത്രം എടുത്താണ് കുറെ പുരോഗമനവാദികൾ, ഇത് മനുസ്മൃതി എന്താണെന്ന് പോലും കാണുകയോ അറിയുകയോ ചെയ്യാത്ത വ്യക്തികളെല്ലാവരും കൂടി ചേർന്ന് കുറെ ആക്ടിവിസ്റ്റുകളെല്ലാം കൂടി മനുസ്മൃതി എല്ലാം കത്തിച്ചു കളഞ്ഞത് പൊതുസ്ഥലങ്ങളിലിട്ട്. അത് കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകരുത് എന്നല്ല, എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് ആരോ പറയുന്നത് കേട്ടിട്ട് അപ്പോൾ മനുസ്മൃതിയിൽ, അതായത് ഏറ്റവും അതിപുരാതനമായിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് ഇത് മനുസ്മൃതി കണ്ടിട്ട് പോലുമില്ലാത്തവർ പറഞ്ഞത്. അതിനു മുൻപുള്ള വരികൾ അവർ കേൾക്കുന്നില്ല. പിതാ രക്ഷിത കൗമാരെ, പിതാവാണ് ഒരു പെൺകുട്ടിയെ കൗമാരത്തിൽ രക്ഷിക്കേണ്ടത്. അത് ധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടികളെ പോലെ
അത്രയും ശക്തിയുള്ളവളല്ല. അവൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ. സ്ത്രീ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ്. അതുകൊണ്ട് അതിനെ പിതാവ് കൗമാരത്തിൽ സംരക്ഷിക്കുന്നു. യൗവനമാവുമ്പോൾ അവളെ വിവാഹം കഴിക്കുന്ന ഭർത്താവാണ് അവളെ സംരക്ഷിക്കേണ്ടത്. വാർദ്ധക്യമാകുമ്പോൾ തനിക്കും ഭർത്താവിനും കൂടി ഉണ്ടായ പുത്രന്മാര് ആണ് ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത്. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ഉത്തമയായ ശ്രേഷ്ഠയായ ആളാണ് സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീ വിഭാഗം. അങ്ങനെയുള്ള ആ സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ല. അവൾ സ്വതന്ത്രമായി നടന്നു കഴിഞ്ഞാൽ അവൾക്കുണ്ടാകുന്ന ആപത്തുകളെ കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തോടുകൂടി പുരുഷനോടൊപ്പം പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആ സംരക്ഷണത്തിന്റെ കുറവിനെ കുറിച്ചാണ് മനുസ്മൃതിയിൽ മനു വിവരിച്ചത്. അപ്പോൾ ഓരോ സമയത്തും അതാത് ഘട്ടങ്ങളിൽ ഓരോരുത്തരുടെയും സഹായത്തോടു കൂടി വേണം സ്ത്രീ ജീവിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിലാണ് സ്ത്രീ ജീവിക്കേണ്ടത്. അങ്ങനെ സംരക്ഷണം നഷ്ടപ്പെട്ട സ്ത്രീക്കുണ്ടാകുന്ന അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമല്ലേ? അച്ഛൻ ഇല്ലാത്ത, അല്ലെ അച്ഛനെ ധിക്കരിച്ച്, അച്ഛനമ്മമാരെ ധിക്കരിച്ച് നടക്കുന്ന പെൺകുട്ടികൾ, അല്ലെ ഭർത്താവിനെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നടക്കുന്നവർ, കുടുംബത്തിന്റെ ശ്രദ്ധയില്ലാതെ, കുടുംബത്തെ നോക്കാതെ, ആരോടും ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ നടക്കുന്ന സ്ത്രീകൾ, ഇവരൊക്കെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ധർമാചരണത്തിന് പുറത്തെ, ആ വേലിക്കെട്ടിന് പുറത്തല്ലേ ഇവരുടെയൊക്കെ സ്ഥാനം. എപ്പോഴും സ്ത്രീ മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്നാണ് മനു പറഞ്ഞത്. അപ്പോൾ ഇതിനെയൊക്കെ തെറ്റായിട്ട് ധരിച്ചിട്ട് ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് നമ്മുടെ പുരാതനമായ പൗരാണിക ഗ്രന്ഥങ്ങളെയൊക്കെ ആക്ഷേപിക്കുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായി ഭൂമി ഭരിച്ച ബ്രഹ്മാവർത്തത്തിൽ ബഹിർസ്മതി എന്ന് പറയുന്ന തലസ്ഥാനത്തെ കണക്കിലെടുത്ത് രാജ്യഭാരം നടത്തിയ സ്വയംഭൂ മനു, അദ്ദേഹം 71 മന്വന്തരങ്ങൾ, അത്രയും 71 ചതുർയുഗങ്ങൾ വരുമ്പോഴാണ് ഒരു മന്വന്തരമാകുന്നത്. ആ 71 മന്വന്തരങ്ങൾ, ചതുർയുഗങ്ങൾ കഴിച്ച് ഒരു മന്വന്തരം പൂർത്തിയാക്കിയ ആളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളാണ് ദക്ഷന്റെ ഭാര്യയായി മാറിയതും കർദമന്റെ മകളായി മാറിയതും കശ്യപന്റെ മകളായൊക്കെ മാറിയത്. അവരിൽ നിന്നാണ് പിന്നീട് ഇങ്ങോട്ടുള്ള ഭൂമിയിലെ ജനങ്ങളുടെ ഉൽപ്പത്തി. അതുകൊണ്ടാണ് അവരെ പ്രജാപതികൾ എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള പ്രജകളെ സൃഷ്ടിച്ചവരാണവർ. അപ്പോൾ ഇത് തൃതീയ സ്കന്ധം 22-ാമത്തെ അധ്യായമാണ് വിവരിച്ചത്. ഇനി അടുത്തത് 23-ാമത്തെ അധ്യായമാണ്. ദേവഹൂതിയുടെയും കർദമ മഹർഷിയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും, സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും ആശ്രയത്തോടെ, ആ ഒരു അനുഗ്രഹത്തോടെയാണ് നമ്മൾ എപ്പോഴും ഏത് കർമ്മം ചെയ്താലും ഭഗവാൻ ഇവിടെ അനുവദിച്ചു തന്നതുകൊണ്ടാണ് ഈ ദേവി സൃഷ്ടിച്ചു തന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നത്. നിത്യേനയുള്ള കർമ്മങ്ങളിൽ ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഇല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. ഈ ശരീരം പഞ്ചഭൂതങ്ങളാകുന്ന, പഞ്ചതന്മാത്രകളാകുന്ന സൃഷ്ടിയാണ്. അതിലാണ് പുറത്തേക്കുള്ള ജാലകങ്ങളായിട്ട് ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് മനസ്സ് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ മണത്തറിയുകയും അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ വ്യാപരിപ്പിച്ച് കർമ്മങ്ങളിലേക്ക് ശരീരത്തെ നയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കാൻ, ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുവാനും മനസ്സും ബുദ്ധിയും ഉണർന്നിരിക്കുവാനും ശരീരം ആവശ്യമാണ്. ഈ ശരീരത്തിലിരിക്കുന്ന പ്രാണനെ തേജോമയമായി ജ്വലിപ്പിക്കുന്ന ദീപമാണ് ആത്മാവാകുന്ന പരമ്പൊരുൾ, ആ ആത്മബോധം. അപ്പോൾ ശരീരവും ആത്മബോധവും കൂടി ഒന്നിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് ജീവിക്കുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ഇതിന് രണ്ടിനും കാരണം ഭഗവാനും ഭഗവാന്റെ യോഗമായ ദേവിയുമാണ്. അപ്പോൾ അവരെ വിസ്മരിച്ചുകൊണ്ട് വെറും കേവല ശരീരരായി ഒരു ശ്വാസം എടുത്തിട്ട് തിരിച്ചുവിടാൻ കഴിയാത്ത ദുർബലരായ മനുഷ്യവിഭാഗങ്ങൾ ഞാനാണ് വലുത് എന്ന് കരുതുന്നത് എത്ര നേരത്തേക്കാണ്, എത്ര നിമിഷത്തേക്കാണ്? ഈശ്വരന്റെ സങ്കല്പത്തിൽ വെറും നിമിഷങ്ങൾ മാത്രമാണ് നാം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യായുസ് എന്ന് പറയുന്നത്. നമുക്കാണ് അത് വലിയ വർഷങ്ങളായിട്ട് തോന്നുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കൂ എന്ന് പറയുന്നത്. കാരണം അവരില്ലെങ്കിൽ നമുക്ക് കർമ്മമില്ല, കർമ്മം ചെയ്യാൻ ശരീരമില്ല. ശരീരമില്ലെങ്കിൽ പിന്നെ ആത്മാവ് എവിടെയാണ്? ആത്മാവും അടുത്ത ശരീരം തപ്പിപ്പോകും. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.